ഹലോ എവറി വൺ. ഇന്ന് ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നത് എല്ലാവർക്കും അത്യാവശ്യമായിട്ടും അതുപോലെ തന്നെ സ്ട്രെസ്സായിട്ടുള്ള ഒരു കാര്യമാണ് വൈവ. വൈവ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളോട് ചോദിക്കുക, എങ്ങനെയായിരുന്നു നമ്മളതിനെ ആൻസർ ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് നമുക്കുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അതാണ് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. മോസ്റ്റ് റിപ്പീറ്റഡ് ടോപ്പ് 10 Q&A സെക്ഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇനി വരുന്ന വീഡിയോസ് നമ്മൾ ഇതിൻ്റെ പാർട്ട് 2, പാർട്ട് 3 അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. നിങ്ങൾക്ക് എത്രത്തോളം ഇത് ഇൻട്രസ്റ്റിംഗ് ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ പ്രൊജക്ട് റിലേറ്റഡ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, നമുക്ക് ഒട്ടും വീഡിയോ ലാഗാക്കണ്ട, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഫസ്റ്റ് നമ്മളുടെ എക്സാമിനർ ക്ലാസ്സിലോട്ട് വിളിക്കുന്ന സമയത്ത് നമ്മൾ സ്മൈലോടുകൂടി കോൺഫിഡൻസോടുകൂടി അവിടെ പോയി ഇരിക്കുകയല്ല നിൽക്കുക. അവരെപ്പോഴാണോ പറയുന്നത് അപ്പം നമ്മൾ ഇരിക്കുക. അതുപോലെ അവരെ നമ്മൾ വിഷ് ചെയ്യുക, ഗുഡ് മോർണിംഗ് ഓർ ഗുഡ് ആഫ്റ്റർനൂൺ എന്താണോ ടൈമിനനുസരിച്ച് വിഷ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം അവർ നമ്മളോട് ഇൻട്രൊഡ്യൂസിങ് യുവർ സെൽഫ് എന്ന് പറയുന്ന സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതിനെക്കുറിച്ചിട്ട് നമ്മൾ നല്ല കോൺഫിഡൻസ് ആയിട്ട് എന്താ പറയുക, കാഷ്വൽ ആയിട്ടുമാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ഒരിക്കലും കാണാപ്പാഠം പഠിച്ചിട്ട് പറയരുത്. അപ്പോൾ അതിന് റിലേറ്റഡ് വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യാം. കാരണം തൊട്ടുമിക്ക എല്ലാവർക്കും അറിയുന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാഞ്ഞത്. വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, നമുക്ക് ഫസ്റ്റ് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഏതാ നോക്കാം. വൈ ഡിഡ് യു ചൂസ് ദിസ് ടോപ്പിക് ഓൺ യുവർ പ്രൊജക്റ്റ്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അതിന് ആൻസർ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ആൻസർ ചെയ്യുമ്പോൾ ഐ സെലക്റ്റഡ് ദിസ് ടോപ്പിക് because it is very relevant and close to current academic discussions. It connects with gender studies or post-colonialism or literary theory. This topic also gives scope to analyze both text and context in depth. Personally, it inspired me because it relates to identity, society, and representation of women or characters which I always wanted to explore. ഇങ്ങനെയാണ് നമ്മൾ അതിനെ ആൻസർ ചെയ്യേണ്ടത്. ഇതൊരിക്കലും കാണാപ്പാഠം പഠിച്ച മാതിരി ആവരുത് കേട്ടോ നമ്മൾ സംസാരിക്കേണ്ടത്. അത് നമ്മൾ ജസ്റ്റ് കാഷ്വലായിട്ട് പറയുന്ന പോലെ ആവണം നമ്മൾ പറയാൻ. അപ്പം അങ്ങനെയും പ്രാക്ടീസ് ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് സോഷ്യലി ആൻഡ് പേഴ്സണലി എനിക്ക് അത്രയും കണക്റ്റഡ് ആയിട്ടും റെലവൻ്റ് ആയിട്ടും തോന്നിയുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ഞാൻ ഏത് തിയറിയാണോ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് ആ ഒരു തിയറിയാണ് ഞാൻ അതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു തിയറി വെച്ചിട്ട് ഈ ഒരു തിയറി വെച്ചിട്ടാണ് ആ ഒരു ക്യാരക്ടറിൻ്റെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ എന്തുകൊണ്ടാണ് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ച് നമ്മൾ അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ എനിക്ക് പേഴ്സണലി കണക്റ്റ് ആയതുകൊണ്ടും അതുപോലെ തന്നെ എനിക്ക് ആ ഒരു ടോപ്പിക്ക് സോഷ്യലി റെലവൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് എടുത്തത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ആൻസർ കൺക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് യുവർ പ്രൊജക്റ്റ്? അപ്പോൾ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എയിംസ് എന്തൊക്കെയാണ്, നമ്മുടെ ഫൈൻഡിങ്സ്, നമ്മുടെ തിയറി ഏതാണ്, എന്താണ് അതിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത്, അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ്. ആൻസർ ചെയ്യേണ്ടത് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് മൈ പ്രൊജക്റ്റ് ഈസ് ടു ക്രിട്ടിക്കലി എക്സാമിൻ ഹൗ ലിറ്ററേച്ചർ റെപ്രസെൻറ്റ്സ് വുമൺ ഓർ ഡിസേബിൾഡ് ക്യാരക്ടേഴ്സ് ഓർ സൊസൈറ്റി. അതിൽ നമ്മുടെ ടോപ്പിക് ഏതാണോ അത് നമ്മളവിടെ മെൻഷൻ ചെയ്യാം. ത്രൂ ജെൻഡർ തിയറി, പോസ്റ്റ് കൊളോണിയലിസം ഓർ സൈക്കോ അനാലിസിസ്, ഏതാണോ നമ്മുടെ തിയറി അത് നമ്മളവിടെ മെൻഷൻ ചെയ്യുന്നു. ഐ വോണ്ടഡ് ടു ഷോ ഹൗ ദീസ് ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ട്രഡീഷണൽ നോംസ് ആൻഡ് ക്രിയേറ്റ് ന്യൂ പെർസ്പെക്റ്റീവ്സ്. എന്താണോ ഈ തിയറി വെച്ച് നിങ്ങൾ ആ ഒരു ടോപ്പിക്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫൈൻഡ് ചെയ്യുന്നത് അതാണ് അവിടെ പറയേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെത്തഡോളജി ഡിഡ് യു യൂസ്? ഏത് ടൈപ്പ് ഓഫ് മെത്തഡോളജിയാണ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏത് തിയറിയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്, ഫസ്റ്റ് ചാപ്റ്റർ എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്, സെക്കൻഡ് ചാപ്റ്ററിൽ എന്താണ്, തേർഡ് ചാപ്റ്ററിൽ എന്താണ്, കൺക്ലൂഷൻ എന്താണ്, നമ്മൾ ഏത് MLA സ്റ്റൈലാണ്, 8th ആണോ 9th ആണോ, അതാണ് മെത്തഡോളജി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ആൻസർ ചെയ്യേണ്ടത് I used qualitative, analytical and theoretical methodology. I combined close reading of the primary texts with secondary sources like critical essays and theoretical frameworks.
MLA സ്റ്റൈൽ വാസ് ഫോളോഡ് ഫോർ റെഫറൻസസ്. അതായത് നമ്മുടെ ഏത് തിയറിയാണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് അതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഏത് സ്റ്റൈൽ MLA സ്റ്റൈലിൽ ഏത് ഫോമാറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് യു സെലക്ട് ദീസ് പെർട്ടിക്കുലർ നോവൽസ് ഓർ ഓതേഴ്സ്? ഒരു നോവൽ ഓർ ഓതേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള റീസൺ എന്തായിരുന്നു എന്നുള്ളതാണ്. അതും നമുക്ക് എന്ത് പറയാം, നമ്മളെ പേഴ്സണലി കണക്ട് ചെയ്തതും സൊസൈറ്റിക്ക് അത്രത്തോളം റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാനിത് ഈ ഒരു ടോപ്പിക് എടുത്തിട്ടുള്ളത് എന്ന് പറയാം. ഇപ്പോൾ ഇതിൽ ഞാനൊരു എക്സാമ്പിൾ എന്നുള്ളത് ഫ്രാൻസിസ് ബെർണിയുടെ എവ്ലീന, ഹെന്ന ആർട്ടിസ്റ്റിലെ അൽക്ക ജോഷിയിലെ ഹെന്ന ആർട്ടിസ്റ്റിലെ ലക്ഷ്മി എന്ന ക്യാരക്ടർ, ഇവർ രണ്ടുപേരും ആ ഒരു കാലഘട്ടത്തിലെ 18th സെഞ്ച്വറിയത്തെയും 20th സെഞ്ച്വറിയത്തെയും വുമൺ ട്രാൻസിഷൻ പോർട്രയിലാണ് കാണിക്കുന്നത്. അപ്പം ആ ഒരു ഇത് പഠിച്ചു വരുമ്പോൾ നമുക്ക് എന്താണ് ആ ഒരു വുമൻ്റെ ജേണി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് അതെനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും സൊസൈറ്റിക്ക് ഇപ്പോഴും അത് റെലവൻ്റ് ആയതുകൊണ്ടുമാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഓർ ഓതറിനെ എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിൻ്റെ ആൻസർ ചെയ്യേണ്ടത്. എങ്ങനെ പറയാം? ദീസ് നോവൽസ് ഓർ ഓതേഴ്സ് റെപ്രസെൻറ്റ് സ്ട്രോങ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ട്രാൻസിഷൻസ്. നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ടോപ്പിക് എന്താണോ അത് വെച്ച് നമ്മൾ പ്രൂവ് ചെയ്ത് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. എന്നിട്ട് അതിലെന്താണ് ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് ഫ്രാൻസിസ് ബെർണേസ് എവ്ലീന ഷോസ് 18th സെഞ്ച്വറി വുമൻസ് struggles, while Alka Joshi's The Henna Artist reflects 20th century Indian women's challenges. Choosing these helped me to compare how women's position changed across time and space. Next question, what theoretical framework did you apply? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്കറിയോ? ആൻസർ അറിയുന്നവർ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ആൻസറും ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക. ആൻഡ് അടുത്ത പാർട്ടിന് വേണ്ടി നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്താണ് ഇതുപോലെ നിങ്ങളുടെ ടോപ്പിക്കിനോ നിങ്ങളുടെ ക്വസ്റ്റ്യനോ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ക്യൂആൻ ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മളത് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണം. നമ്മൾ നല്ല അടുത്ത ഒരു 5 മോസ്റ്റ് റിപ്പീറ്റഡ് ടോപ്പ് 5 ക്വസ്റ്റ്യൻസ് കൊണ്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായാലും മറക്കാതെ കമൻറ്റ് ചെയ്യണം. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.